നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഹനിയുടെ പിറന്നാളാണേ. അതിൻ്റെ ആഘോഷത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. മലയാള വർഷം 1193 മീനം മാസത്തിലെ അനിഴം നക്ഷത്രത്തിലാണ് ഹനി ജനിക്കുന്നത്. അതായത് 2018 ഏപ്രിൽ 4-ന്. അപ്പോൾ പിറന്നാളാണ്. അപ്പം ഞാൻ ഇന്ന് പിറന്നാളായി നല്ല കുപ്പായത്തിട്ട് അമ്പലത്തിൽ പോവേന്ന്. എൻ്റെ അമ്പലത്തിൽ പോകുന്ന ആണ്ടി വരേന് എന്നാ ഞാൻ പോയത്. ഹനി എല്ലാ ദിവസവും രാവിലെ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ദീദീൻ്റെ കൂടെ അമ്പലത്തിൽ പോകാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാരണം അതിൻ്റെ തിരക്കുണ്ടായ കാരണം എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നും ഹനി റീന ദീദീൻ്റെ കൂടെ തന്നെ അമ്പലത്തിൽ പോവാണ്. ഹനി രാവിലെ 7:30 ആയപ്പോഴത്തേക്കും അമ്പലത്തിൽ പോയ സമയത്ത് ഞാൻ സദ്യയുടെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളും കൂടി കാണാം. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹനി അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു. ഹനി അമ്പലത്തിൽ നിന്ന് വന്ന ശേഷം ഞങ്ങൾ വീട്ടിൽ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചു. സഹസ്രനാമങ്ങൾ നിങ്ങളുടെ പവിത്രനാമങ്ങൾ. खाना जी हरे मेरा खाना, ओ तेरा मेरा खाना जी, ओ खन्ना जी तू मेरा लाडला, ओ खन्ना जी तू मेरा लाडला, ओ लड्डू तू मेरा लाडला, ओ लड्डू तू मेरा लाडला. കഴിഞ്ഞ് 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഏതാണ്ട് സദ്യയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ആയി. ഇനി നമുക്ക് വിളമ്പാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാം. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും കൂടി വരാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചോറ് കൊണ്ടുവച്ചു, പിന്നെ അതേ സാമ്പാർ വെച്ചു, പിന്നെ അവിയൽ, ക്യാബേജ് ഉപ്പേരി, പഴംപുളിശ്ശേരി, പിന്നെ ഓലൻ, അത് കഴിഞ്ഞിട്ട് മത്തങ്ങ അരിശ്ശേരി, പിന്നെ കക്കിരി പച്ചടി, അതിനുശേഷം ബീട്രൂട്ട് പച്ചടി, പൈനാപ്പിൾ പച്ചടി, പിന്നെ മോരും രസവും കൂടി കൊണ്ടുവച്ചു. പിന്നെ ഞാൻ പാൽപ്പായസമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പാൽപ്പായസം റെഡിയായി. ശർക്കര പായസം ഞങ്ങളുടെ ഫ്രണ്ട് ഒരു ചേച്ചി ഉണ്ടാക്കി കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പപ്പടവും കൊണ്ടാട്ട മുളകും കൂടി ഉണ്ട്. അതപ്പോൾ അവർ വന്ന ശേഷം നമുക്ക് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ തണുത്തു പോവില്ലേ. ഞങ്ങളിതൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ദേഹാനിയുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഇല്ല, അവര് ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരുമായിരിക്കും. ഹലോ എന്താടി, 1 മണിയായി ചേച്ചി, 1 മണിയാകുമ്പോഴത്തേക്കും വരാം. എനിക്ക് വയ്യ, 2 പേര് 2 ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നു. കുറച്ച് പേരും കൂടി വരാനുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് പായസം ഇത്തിരി അടുത്തുള്ള 2-3 വീട്ടിൽ കൊടുക്കാം. അവർക്ക് നമ്മുടെ പായസമൊക്കെ കഴിക്കുന്നത് വളരെ ഇഷ്ടമാണ്. അവർ ആക്ച്വലി പക്ക ഹരിയാനക്കാരാണ്. റോഹ്തക്കിലും യമുനാനഗറിലും ഒക്കെ കുരുക്ഷേത്രത്തിലൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അവർ ഇവിടെ തന്നെ സെറ്റിൽഡായ ആൾക്കാരാണ്. അങ്ങനെ ഹനീൻ്റെ കുഞ്ഞു ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ഓരോ വീട്ടിൽ പായസം കൊടുക്കാൻ വേണ്ടി പോവാം. അപ്പോഴത്തേക്കും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് ബാക്കി ആൾക്കാരും കൂടി വന്നേ. ചോദിക്കുന്നു വൈകവേദം എന്താ വരാത്ത ആരാ ലേറ്റ് ആക്കിയത്? അതന്നതാ വൈകവേദൊക്കെ ചോക്ലേറ്റ് ബോക്സും ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നത്. ചേച്ചി ഇതേ ശർക്കര പായസവും പഴവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊണ്ടാട്ടവും പപ്പടമൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അവർ വന്നപ്പോഴത്തേക്കും ഇത്തിരി ലേറ്റായി. സാറിന് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്ന കാരണം വന്നപ്പോഴത്തേക്കും 1:45 അങ്ങനെ 2 മണി ആവാറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ വന്ന ഉടനെ തന്നെ കഴിക്കാൻ തുടങ്ങി. അതെ, ഞങ്ങളുടെ കുട്ടീസൊക്കെ ഇലയൊക്കെ വിരിച്ച് റെഡിയായി ഇരിക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളത് സദ്യ വിളമ്പാണ്. ഞാനെല്ലാം ഓൾറെഡി എടുത്ത് വെച്ചിരുന്ന കാരണം പെട്ടെന്ന് തന്നെ സദ്യ വിളമ്പി തുടങ്ങി. ആദ്യം കുട്ടികളെയാണ് ഇരുത്തിയത്. അയ്യോ, എനിക്ക് വയ്യ. ഇച്ചിരി ഇങ്ങോട്ടിരിക്കുമാ, അല്ലെങ്കിൽ നിന്റെ ഇന്നെല്ലാം കഴിക്കണം. ഹരി ഇന്നലെ എൻ്റെ അടുത്ത് പറയണേ, അമ്മ ഞാൻ ഇനി ഇതൊക്കെ എത്ര ശതമാനം ശരിയായി എനിക്ക് 3 മതിയാ ചേച്ചി.
2 പ്രാവശ്യം വരുന്ന മുത്തച്ഛമ്മ പറയണേ. അതെ 2 പ്രാവശ്യം പറയുമ്പോൾ മൂത്തച്ഛമ്മ പറഞ്ഞിട്ടുണ്ട്. മുത്തച്ഛമ്മേനോട് പറയും അമ്മ 2 പ്രാവശ്യം ആന്റിയാണ്. ഞാൻ എന്റെ നാട്ടിലത്തെ അമ്മമ്മേനെ ആ അത് പറഞ്ഞ ഹനി. മതിയാ. ആ അങ്ങി ചോറ്റിനാണോ കൊയലാൻ? ആ പപ്പടം വന്ന് പറ്റി കൊയിലാച്ച് കഴിച്ചോട്. സായിപ്പൂഞ്ഞ എന്തോ അവന് ഇഷ്ടമായില്ല. ഉരുളക്കിഴങ്ങ് കുഴപ്പമില്ലടി. ഇവിടെ നോക്ക് എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൊള്ളാമോ വേദ? ശേഷാറിന് ഇഷ്ടമായോടാ? ഓ വെള്ളം തന്നില്ല, സോറി. അത് മുഴുവൻ കഴിച്ചോ? വേറെ നിറഞ്ഞോ? ആ ശരി. പായസോ? അങ്ങനെ കുട്ടികളൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ വലിയൊരു കഴിക്കാൻ തുടങ്ങി. അശ്വ ചേച്ചി ഒന്ന് നോക്കൂ, നല്ലതാണോ? അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞ് ഹനി കുറച്ച് നേരം അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിച്ചു. മൂന്ന് ഒഫീഷ്യലി ഇത്തിരി ബിസി ആയിരുന്ന കാരണം ലഞ്ചിൻ്റെ സമയത്ത് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മൂന്ന് എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് 5 മണിയൊക്കെ ആയപ്പോൾ കഴിക്കാൻ വന്നു. അങ്ങനെ മൂന്ന് പിന്നെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കേണ്ടിവന്നു. ഞങ്ങൾ 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കഴിച്ച് തീർന്നിട്ടുണ്ടായിരുന്നല്ലോ. മൂന്നും കൂടി കഴിച്ചു. പിന്നെ ഞങ്ങളുടെ ഒരു 2 ഫ്രണ്ട്സിനെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി 3 പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ ആൾക്ക് വരാൻ പറ്റിയില്ല. നേരത്തെ മൂന്നിന് മാതിരി ഓഫീഷ്യലി പോകേണ്ടി വന്ന കാരണം ഇവർ 2 പേർക്കും ഉച്ചയ്ക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം അവർ 2 പേരും കൂടി രാത്രി വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു പിറന്നാൾ ആഘോഷം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.